എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻ്റൽ സെൻറ്ററിൻ്റെ ഈ ഓഡിയോ ടേപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷംന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ശബ്ദം നൽകിയത് നുസ്രത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല വീടുകളിലും നിശബ്ദമായി നടക്കുന്ന, പക്ഷേ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പാടുപെടുത്തുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നത്, അടിക്കുക, തല്ലുക, കൈകൊണ്ട്, ബെൽറ്റ് കൊണ്ട്, ചൂരൽ കൊണ്ട്, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ശാരീരിക ശിക്ഷകൾ. പല മാതാപിതാക്കളും ഇത് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും: ഞങ്ങൾ അടി കിട്ടിയിട്ടാണ് വളർന്നത്, പക്ഷേ നമ്മൾ മോശമായില്ലല്ലോ. ഒരടി കൊടുത്താൽ മാത്രമേ ഇവർ കേൾക്കൂ. ഇത് ശിക്ഷയല്ല, പഠിപ്പിക്കലാണ്. പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കുട്ടി കേൾക്കുന്നു എന്നതും കുട്ടി ഭയന്ന് അനുസരിക്കുന്നു എന്നതും ഒരുപോലെയാണോ? ഇവ രണ്ടും ഒരുപോലെയല്ല. മനഃശാസ്ത്രം അതാണ് നമ്മോട് പറയുന്നത്. ശാരീരിക ശിക്ഷ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല, അത് കുട്ടിയെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭയന്ന കുട്ടി നിശബ്ദനാകും, പക്ഷേ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ അടിക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികൾ പഠിക്കും. കള്ളം പറയൽ, ഒളിപ്പിക്കൽ, പിടിക്കപ്പെടാതിരിക്കുക, ഇതാണ് ശാരീരിക ശിക്ഷയുടെ ആദ്യ ഫലം. കുട്ടിയെ അടിക്കുമ്പോൾ അവൻ്റെ തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അടിയോ പേടിയോ അനുഭവപ്പെടുന്ന സമയത്ത് കുട്ടിയുടെ തലച്ചോർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം പ്രവർത്തിക്കാതെ പോകും. അപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്ത മാത്രമാണ്. അതായത് ശിക്ഷ കിട്ടുന്ന നിമിഷം കുട്ടി പഠിക്കുന്നില്ല, സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുകയാണ്. പല മാതാപിതാക്കളും പറയുന്നു, അടിച്ചതിന് ശേഷം കുട്ടി നല്ല പോലെ പെരുമാറുന്നുണ്ടല്ലോ. അതെ, പുറമേ കാണുന്നത് നല്ല പെരുമാറ്റം പോലെ തോന്നാം, പക്ഷേ അകത്ത് വളരുന്നത് എന്താണ്? ഭയം,
അസുരക്ഷ, കോപം, അപമാനം. ഇത് കുട്ടിയുടെ മനസ്സിൽ പതുക്കെ പതുക്കെ അടിഞ്ഞുകൂടും. അത് പിന്നീടുള്ള വർഷങ്ങളിൽ എങ്ങനെ പുറത്തു വരുമെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. ചില കുട്ടികൾ അമിതമായി അടങ്ങിയവരാകും. ചിലർ ദേഷ്യം ഉള്ളിൽ അടിച്ചമർത്തും. ചിലർ അതേ ശിക്ഷ തന്നെയാണ് മറ്റുള്ളവരോട് കാണിക്കുക. സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, പിന്നീട് സ്വന്തം കുട്ടികളോടും. ഇവിടെയാണ് ശാരീരിക ശിക്ഷയുടെ ഏറ്റവും അപകടകരമായ ഭാഗം. കുട്ടി ഇതിലൂടെ പഠിക്കുന്നത് ഒരു കാര്യമാണ്: ശക്തിയുള്ളവന് അടിക്കാം. പ്രശ്നം വന്നാൽ അടിയിലൂടെയാണ് പരിഹാരം. ഇത് തന്നെയാണ് പിന്നീട് അവരുടെ ബന്ധങ്ങളിലും ജീവിതത്തിലും പ്രതിഫലിക്കുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമായി പറയുന്ന ഒരു സത്യമുണ്ട്: ശാരീരിക ശിക്ഷ അനുഭവിച്ച കുട്ടികളിൽ ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, പഠന പ്രശ്നങ്ങൾ, ബന്ധപ്രശ്നങ്ങൾ ഇവ കൂടുതലായി കാണപ്പെടുന്നു. ഇത് ഒരൊറ്റ പഠനം അല്ല, വർഷങ്ങളായി ആവർത്തിച്ച് തെളിയിച്ച കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം: മാതാപിതാക്കൾ അടിക്കുന്നത് ദോഷബുദ്ധിയോടെ അല്ല. പലപ്പോഴും അത് ചെയ്യുന്നത് ക്ഷീണത്തിൽ നിന്നാണ്. ഇനി എന്തു ചെയ്യണം എന്ന അവസ്ഥയിൽ നിന്നാണ്. അത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനല്ല. ഈ സംസാരമാണ് ആദ്യം തന്നെ വ്യക്തമാക്കണം. പക്ഷേ നല്ല ഉദ്ദേശത്തോടെയും തെറ്റായ മാർഗം ഉപയോഗിക്കാം. അതാണ് യാഥാർത്ഥ്യം. കുട്ടികളെ അടിക്കാതെ ശിക്ഷിക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ അതിന് നമ്മൾ പഠിക്കണം. ശാരീരിക ശിക്ഷ ഇല്ലാത്ത ശിക്ഷ എന്നത് ഒന്നും ചെയ്യരുത് എന്നതല്ല. അത് പഠിപ്പിക്കുന്ന ശിക്ഷ ആണ്. പരിധികൾ വ്യക്തമാക്കുക, ഫലങ്ങൾ മനസ്സിലാക്കിക്കുക, ശാന്തമായ രീതിയിൽ സംസാരിക്കുക, സ്ഥിരത പാലിക്കുക. ഇതൊക്കെയാണ് കുട്ടിയെ നിയന്ത്രിക്കാതെ വളർത്തുന്ന രീതികൾ. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത തവണ
നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിക്കാൻ പഠിച്ചാൽ കുട്ടിയുടെ തലച്ചോർ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ പഠനം. കുട്ടികളെ അടിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? കുട്ടിക്ക് മാതാപിതാവിനോട് ഭയം ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നു. തെറ്റ് ചെയ്താൽ അടിയാകും എന്ന പേടിയില്ലാത്ത കുട്ടിയാണ് സത്യം പറയുന്നത്, സഹായം ചോദിക്കുന്നത്, വികാരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത്തരം കുട്ടികളാണ് മാനസികമായി ശക്തരാകുന്നത്. ഇവിടെ മാതാപിതാക്കൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ കുട്ടി എന്നോട് സംസാരിക്കുന്നത് പേടിയിലൂടെയാണോ, സുരക്ഷയിലൂടെയാണോ? ഈ ഒരു ചോദ്യം തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തരും. ശാരീരിക ശിക്ഷ നിർത്തുന്നത് എളുപ്പമല്ല. കാരണം നമ്മൾ വളർന്ന രീതികളും നമ്മുടെ സ്വന്തം ബാല്യാനുഭവങ്ങളും നമ്മളെ നിയന്ത്രിക്കും. അതിനാലാണ് സഹായവും മാർഗനിർദ്ദേശവും അത്യന്തം പ്രധാനമാകുന്നത്. കുട്ടികളെ അടിക്കാതെ വളർത്താനുള്ള വഴികൾ പഠിക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മാതാപിതാക്കളുടെ മനസ്സിനുള്ള സമാധാനത്തിനും വേണ്ടിയാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: കുട്ടികളെ അടിക്കുന്നത് ഒരു നിമിഷത്തെ നിയന്ത്രണം തരാം, പക്ഷേ അടിക്കാതെ വളർത്തുന്നത് ഒരു ജീവിതം മുഴുവൻ സുരക്ഷയും ആത്മവിശ്വാസവും നൽകും. കുട്ടിക്ക് നിങ്ങളെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ വിശ്വസിക്കാനാണ് അവൻ പഠിക്കേണ്ടത്. നല്ല മാതാപിതാവാകുന്നത് ഒരിക്കലും പൂർണ്ണതയല്ല. മാറ്റം വരുത്താൻ തയ്യാറാകുന്നതാണ്. അത് പഠിക്കാവുന്നതാണ്. നന്ദി.